75 ദിവസങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആചരിക്കുവാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടുവെന്ന് വായിക്കുന്നു. ആത്മീയമായ വലിയ അന്ധകാരത്തിലിരുന്ന ഒരു ജനതയാണ് കർത്താവിൻ്റെ തിരുജനനത്തിന് മുമ്പ് തൊട്ടുണ്ടായിരുന്നത്. ആ അന്ധകാരം നീതിസൂര്യനായ മിശിഹായുടെ ഉദയത്താൽ മാറിക്കിട്ടും. ദൈവപുത്രൻ മനുഷ്യപുത്രനായി, മനുഷ്യപുത്രന്മാരായ നമ്മെ ഓരോരുത്തരെയും ദൈവപുത്രന്മാരാകും. ജനന പെരുന്നാളിൻ്റെ പ്രധാനമായ ഒരു സന്ദേശമാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി, മനുഷ്യപുത്രന്മാരായ നമ്മെ ദൈവപുത്രന്മാരാകും. ആദ്യമേ സൂചിപ്പിച്ചത് അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മീയമായ അന്ധകാരം ധാരാളമാണ്. ഭൗതികമായി നോക്കുമ്പോൾ ഒത്തിരി വെളിച്ചമുണ്ട്. പഴയ കാലങ്ങളിലേക്കാൾ ധനസമൃദ്ധിയും അതുപോലുള്ള കാര്യങ്ങളുള്ള വെളിച്ചമുണ്ട്. എന്നാൽ ആത്മീയമായ നിലയിൽ ഇന്നും നമ്മൾ അന്ധകാരത്തിന് അടിമകളാണ്. പരിശുദ്ധ ദൈവാലയത്തിലേക്ക് വരുന്നവരുടെ എണ്ണവും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ ഒരു കുറവുണ്ട്, ഒരു ആത്മീയ ശോഷണമുണ്ട്. അത് നമ്മളൊന്ന് കരയണം. ഈ ഡിസംബർ 1 മുതൽ 25 വരെയുള്ള ആ നൊയമ്പിൻ്റെ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ആ ദൈവിക വെളിച്ചത്തിലും പരിശോധിച്ചു. നമ്മുടെ വസ്ത്രങ്ങളിൽ എന്തെങ്കിലും കറയോ ചുളുക്കോ ഉണ്ടെങ്കിൽ ചെറിയ വെളിച്ചത്തിൽ നോക്കിയാൽ അത് കാണത്തില്ല. ഒരു നല്ല വെളിച്ചത്തിന് മുമ്പാകെ നമ്മുടെ വസ്ത്രം പരിശോധിക്കുമ്പോൾ അതിലുള്ള കറയും ചുളുക്കവും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാം മാനദണ്ഡം നമ്മളുടെ ജീവിതം അനുസരിച്ച് ഞാൻ ശരിയായി ജീവിക്കുന്നു എന്നുള്ളൊരു മാനദണ്ഡം. എന്നാൽ വിശ്വാസപരാകുന്ന നീതിയ സൂര്യൻ്റെ മുമ്പാകെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഈ വായുമണ്ഡലത്തൊന്നും പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു സൂക്ഷ്മദർശന മുഖാന്തരം വായുവിലോ വെള്ളത്തിലോ അത് നോക്കുമ്പോൾ അനേകം അണുക്കൾ ഈ വായുമണ്ഡലത്തിലും വെള്ളത്തിലുമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ സൂക്ഷ്മദർശിനിയുടെ ഗുണമുണ്ട്. അതിലൂടെ നോക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധന്മാരുടെയും ശുദ്ധികളുടെയും ജീവിതവും അവരുടെ ജീവിതമാകുന്ന സൂക്ഷ്മദർശനം അതിൻ്റെ വെളിച്ചത്തിൽ നോക്കണം. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കർത്താവാകുന്ന ആ വലിയ വെളിച്ചത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കും. അങ്ങനെ അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശം കണ്ടതുപോലെ ഈ വർഷത്തെ 25 നോയമ്പും അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരുജനനവും ആചരിക്കുവാൻ തക്കവണ്ണം നമ്മൾ വെടുപ്പും വിശുദ്ധിയുള്ളവരായി വളരണം. രണ്ടാമത് പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പുത്രനായി. എന്തിനു വേണ്ടിയാണ്? മനുഷ്യപുത്രന്മാരായ നമ്മളെ ഓരോരുത്തരെയും ദൈവ മക്കളാക്കുവാൻ, ദൈവത്തിൻ്റെ പുത്രന്മാർ പുത്രികൾ ആക്കുക. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് അനാദിയായി ഉള്ളയാളാണ്. എന്നാൽ ആ വലിയ ഉന്നതമായ പദവിയൊക്കെ വിട്ടിട്ട് താഴെ ജനനവും
മരണമുള്ള മനുഷ്യനായിട്ട് ദൈവത്തിൻ്റെ വലിയ താഴ്മയാണ് ഇവിടെ കാണുന്നത്. അതിനപ്പുറത്തൊരു താഴ്മ പറയാനില്ല. സ്വർഗത്തിലിരുന്നവൻ, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവൻ, ആ സ്ഥാനമൊക്കെ കൊണ്ട് വിട്ടിട്ട് ഒരു കന്യകയിൽ നിന്ന് ജഡമെടുക്കുകയും സാധാരണ ഒരു ശിശുവിനെ പോലെ വളരുകയും അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ഉള്ള സംസർഗത്തിൽ ജീവിക്കുകയും ചെയ്തു. അപ്പോഴും ദൈവിക സിംഹാസനത്തിൽ പുത്രൻ്റെ പുത്രത്വത്തിനൊരു കുറവില്ലായിരുന്നു. അത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഒരേ സമയത്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും അതേ സമയത്ത് തന്നെ കന്യകയുടെ ഉദരത്തിൽ വസിക്കുകയും ചെയ്തു. ആ വലിയൊരു മഹാത്ഭുതത്തിൻ്റെ കാലയളവ്. മാതാവിനോടുള്ള വചനത്തിൽ മുതൽ എല്ലാ വർഷവും പെരുന്നാളായിട്ട് നമ്മൾ ആചരിക്കുന്ന മാർച്ച് 25, ആ വചനം മുതൽ താൻ ഈ ലോകത്തിൽ ജനിക്കുന്നത് വരെയുള്ള ആ വലിയൊരു സമയം, ഒരു സമയത്ത് തന്നെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും അതേ സമയത്ത് കന്യകയുടെ ഉദരത്തിൽ വസിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഒത്തിരി വിശദമായി ധ്യാനാത്മക ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ അംശം, വളരെ 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 ചെറിയൊരു അംശം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇവിടെ കാണുന്നത് അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവൻ താഴെ ഒരു സാധാരണ മനുഷ്യനായി ജനനം, വേദനകൾ, പ്രയാസങ്ങൾ, കണ്ണുനീര്, ദുഃഖം, ഇതെല്ലാത്തിലൂടെ ആ പുത്രനമ്പുരാൻ കണ്ടു. അങ്ങനെയെങ്കിൽ വെറും സാധാരണക്കാരായ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം താഴ്മയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമാണ്. ഇന്ന് അതിൻ്റെ പുറകോട്ടാണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രയാസവും. കുടുംബങ്ങളിൽ കാണുന്ന ശിഥിലവാസനയില്ലാതാണ്. ഭർത്താവും ഭാര്യയും ആർക്കും ഒരു വാക്കിന് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഞാനല്ല ക്ഷമിക്കേണ്ടത്, നീയല്ലേ ക്ഷമിക്കേണ്ടത്, ഞാനാണെന്ന് പറഞ്ഞ് അന്യോന്യം ഇങ്ങനെ തർക്കത്തിലിരിക്കുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം ശരിയായ ഒരു താഴ്മയുടെ അനുഭവം. ഈ ജനന പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ കൂടുതൽ ദൈവീയ പ്രകാശത്തിൽ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ആ വലിയ താഴ്മ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഇടവകയിലും സഭയിലും ഒക്കെ ആചരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗ്രഹിക്കാനമേ നിങ്ങളെ ഓരോരുത്തരെയും